ഡിയേഴ്സ് നമുക്ക് എക്സൽസ് എക്സാമിന് നല്ല അടിപൊളി കൊടും സദ്യ തന്നെയാണ് നമുക്ക് ചാപ്റ്റർ വെയിറ്റേജിൽ കിട്ടിയിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു എജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എസ്എൽസി മാത്സ് എക്സാമിൽ വെയിറ്റേജ് നോക്കണോ. ഇപ്പോൾ ഇതുവരെ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് നമുക്ക് 5 മാർക്കാണ് ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് 8 മാർക്ക് വരെ അവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ചാപ്റ്റർ വെയിറ്റേജ്, എന്തിനാണ് നമ്മൾ പിള്ളേരെ പറ്റിക്കുന്നത്? അപ്പൊ നമ്മളിവിടെ മാത്സ് എക്സാമിൽ വെയിറ്റേജ് നോക്കണം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. മാത്സ് എക്സാമിൽ വെയിറ്റേജ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് വെയിറ്റേജ് മനസ്സിലാക്കാം. മാർക്കിനനുസരിച്ച് നമുക്ക് വെയിറ്റേജ് മനസ്സിലാക്കി അതുപോലെ പഠിച്ചു പോകാൻ പറഞ്ഞത് തെറ്റാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് കണക്കിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്റർ പഠിക്കാം. പറ്റിക്കപ്പെടുമോ അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന പോലെ ഇരിക്കും. നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്സ് എക്സാമിൽ നമ്മുടെ മാത്സ് വെയിറ്റേജ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ മാത്സ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് സെക്ഷൻ, അതായത് നമുക്ക് എക്സാമിൻ ടോട്ടൽ ചാപ്റ്റർ സെക്ഷൻ 1 നമ്പേഴ്സ് ആണ്, 2 അനാലിറ്റിക്കൽ ജോമെട്രി, 3 ഓൾജിബ്ര, 4 ജോമെട്രി. ഇങ്ങനെ ഒരു 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: അരിത്മെറ്റിക് സീക്വൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സ്റ്റാറ്റി, കോർഡിനേറ്റ്സ്, ജോമെട്രി ആൻഡ് ആൽജിബ്ര, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, second degree equation, polynomial and equation, circles and angles, tangents, circles and lines, trigonometry and solids. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ 10% ഫുൾ പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് നമ്മളുടെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, പിന്നെ നമുക്ക് എന്ത് പറയാം, ട്രിഗ്നോമെട്രി. ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും 10 മാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പറയാം, അരിത്മെറ്റിക് സീക്വൻസ് ആണ്, പിന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ്, പിന്നെ ടാൻജന്റ് ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതേപോലെ കോർഡിനേറ്റ്സ്, പിന്നെ ഏതാ സർക്കിൾസ് ആൻഡ് ലൈൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7.5% ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്, സോളിഡ്സും അതേപോലെ സ്റ്റാറ്റിയും. ഓക്കെ, ഇനി ബാക്കി 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻസ്. ഓക്കെ, ഈ ഒരു തരത്തിലാണ് നമ്മളുടെ ചാപ്റ്റർ വെയിറ്റേജ് നമുക്ക് പോയിട്ടുള്ളത്. ഏറ്റവും വലിയ ചാപ്റ്റർ വെയിറ്റേജ് ആണ് നമ്മൾ ലൈറ്റ് ബ്ലൂവിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വയലറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഡാർക്ക് ബ്ലൂ ആൻഡ് ഓറഞ്ച്, പിന്നെ നമ്മൾ റെഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഈ ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതാ ഈ 2 ചാപ്റ്റേഴ്സ് പറയാം, അതേപോലെ ട്രിഗ്നോമെട്രി പറയാം. ട്രിഗ്നോമെട്രിയിൽ എങ്ങനെ പോയാലും നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിയപ്പോൾ ആ കുട്ടി അങ്ങനെ കണ്ടു, ഒരു റഫ് ഫിഗർ വരയ്ക്കാനൊക്കെയുള്ളതില്ലേ, അതൊക്കെ എന്തായാലും വരും. ഇനി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക നമ്മളെ കൊണ്ട് സാധിക്കും. ചാപ്റ്റർ എങ്ങനെ വെയിറ്റേജ് വിട്ടോട്ടെ, നമുക്ക് നമ്മുടെ രീതിക്ക് നമ്മുടെ പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുന്നു. അതിനനുസരിച്ചുള്ള എക്സാം നമ്മൾ അടിപൊളിയാക്കുന്നു. എക്സാം ടഫ് ഉള്ളവർ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.